നെക്സ്റ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് അയഡിൻ ട്രൈക്ലോറൈഡ് മോളിക്യൂളാണ്. ഓക്കെ, അയഡിൻ ട്രൈക്ലോറൈഡ് ക്ലോറിൻ ട്രൈഫ്ലൂറൈഡ് പോലെ ടി ഷേപ്ഡ് ആയിട്ടല്ല നിൽക്കുന്നത്. അതായത് അവർ മോണോമെറിക് ആയിരുന്നു. ഇവർ ഡൈമെറിക് ഫോമിലാണ് നിൽക്കുന്നത്. അതായത് 2 ICl3 മോളിക്യൂൾ ഒപ്പം കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ഫോമിനെയാണ് എന്ന് പറയുന്നത് ഡൈമെറിക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഡൈമെറിക് ഫോം എന്ന് പറയുന്നത് മനസ്സിലായോ? ഇനി ICl3 എങ്ങനെ നിൽക്കുന്നത് നോക്കിയേ. 2 ICl3 മോളിക്യൂളാണ് കമ്പൈൻ ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ. നോക്ക് ഈ ഫിഗർ 3.2 നോക്കിക്കേ. 2 ICl3 മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് 2 ക്ലോറിനിലും നടുവിൽ എന്തുണ്ട്, 2 ബ്രിഡ്ജ് ICl ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ക്ലോറിൻ ആറ്റംസ് എന്ന് പറയുന്നത് 4 ടെർമിനൽ ക്ലോറിൻ ആറ്റംസും ഉണ്ട്. 2 ബ്രിഡ്ജ് ക്ലോറിൻ ആറ്റംസും ഉണ്ട്, 4 ടെർമിനൽ ക്ലോറിൻ ആറ്റംസും ഉണ്ട്. മനസ്സിലായോ? ഇനി ICl ബ്രിഡ്ജ് ക്ലോറിൻ ആറ്റംസിലാണെന്ന് ശ്രദ്ധിച്ചോ. ICl ബോണ്ട് നോക്കിയേ 270 പൈക്കോമീറ്ററാണ്. നേരെ മറിച്ച് ICl ടെർമിനൽ ബോണ്ടാണെങ്കിലോ അവിടെ വരുന്നത് എന്താണ്, 238 പൈക്കോമീറ്ററാണ്. മനസ്സിലായുന്നുണ്ടോ? ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ICl ബോണ്ട് എന്ന് പറയുന്നത് 270യും ഈ ടെർമിനൽ ബോണ്ട് എന്ന് പറയുന്നത് 238 പൈക്കോമീറ്ററും കൂടെയാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബ്രിഡ്ജ് ആറ്റത്തിൻ്റെ ബോണ്ടിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെർമിനൽ ബോണ്ടിൻ്റെ ഡിസ്റ്റൻസിനെക്കാട്ടിലും എന്താണ്, കൂടുതലാണ്. മനസ്സിലായോ? ഇനി ആംഗിൾ ഫോം ചെയ്ത് നോക്കിയേ. CLI എന്ന് പറഞ്ഞ ബോണ്ട് ആംഗിൾ എന്താണ്, 96ഉം ഇത് CLICL എന്ന് പറഞ്ഞ ബോണ്ട് ആംഗിൾ എത്രയാണ്, 84 ഡിഗ്രി സെൽഷ്യസുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ശ്രദ്ധിച്ചോളൂ, ഈ ICl ബോണ്ട് ഇപ്പോൾ ഇങ്ങനെ 2 T ഷേപ്പുകൾ ബ്രിഡ്ജ് നടത്തിയതാണ് എന്നാണ് പറയുന്നത്. 2 T ഷേപ്പ് ICl3 ബോണ്ടുകൾ എന്ത് ചെയ്തു, ബ്രിഡ്ജ് ഫോം ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ഈ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല ഐയുടെ ഹൈബ്രിഡൈസേഷൻ വന്നിട്ടുള്ളത് ഈ നമ്മൾ ക്ലോറിൻ്റെ പോലെ തന്നെ ക്ലോറിൻ ട്രൈഫ്ലൂറൈഡ് പോലെ തന്നെ sp3d ഹൈബ്രിഡൈസേഷൻ തന്നെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് 2 ഡൈമറിക് ആയിട്ട് നിൽക്കുന്നു എന്ന് മാത്രം, വേറെ ഒന്നുമില്ല. മനസ്സിലാവുമോ? പിന്നെ ഈ ICl3 ഡൈമറിക് ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ്, പ്ലാനാർ ഫോമാണ്. അതൊരു പ്ലെയിനിലാണ് നിൽക്കുന്നത് അല്ലേ. അതിൻ്റെ മുകളിൽ നമുക്കറിയാം ഐക്ക് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ആണ്, 7 എണ്ണമാണ് അല്ലേ. 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ICl3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ക്ലോറിനുമായിട്ട് ഓരോരോ ഇലക്ട്രോൺസ് ഫോം ചെയ്താൽ ബാക്കി നമുക്കറിയാം 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അവർ ലോൺ പെയേഴ്സായിട്ട് ഐയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യാം. ആ ലോൺ പെയേഴ്സ് എങ്ങനെ നിൽക്കുക, 2 എണ്ണം എബവ് ദ പ്ലെയിനും 2 എണ്ണം ബിലോ ദ പ്ലെയിനും. ഇതേപോലെ തന്നെയാണ് ഈ കേസിലും. ഓക്കെ, ഈ സ്ട്രക്ചർ മൊത്തം എന്താണ്, പ്ലെയിനിലാണ്, പ്ലാനാർ ഫോമാണ്. അതിലുള്ള ലോൺ പെയേഴ്സ് എങ്ങനെയാണ് നിൽക്കുന്നത്, എബവ് ദ പ്ലെയിൻ ആൻഡ് ബിലോ ദ പ്ലെയിൻ. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ICl3 ഡൈമറിക് സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്. എങ്ങനെ, 2 ബ്രിഡ്ജ് ക്ലോറിൻ ആറ്റംസ് ഉണ്ടായിരിക്കും, 4 ടെർമിനൽ ക്ലോറിൻ ആറ്റംസ് ഉണ്ടായിരിക്കും. ഈ ICl ബോണ്ടിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് 270 പൈക്കോമീറ്ററും ഈ ടെർമിനൽ ICl ബോണ്ടിൻ്റെ ലെങ്ത് 238 പൈക്കോമീറ്ററുമാണ്. ഇനി ഇവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് 96, 84, 94. ടെർമിനൽ ആയിട്ടുള്ള CLICL എന്ന് പറയുന്നത് എന്താണ്, 94 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഇവരുടെ ഹൈബ്രിഡൈസേഷൻ, അയഡിൻ്റെ ഹൈബ്രിഡൈസേഷൻ വന്നിട്ട് എന്താണ്, sp3d ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്, sp3d ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇനി ഇവർ എങ്ങനെ നിൽക്കുന്നത്, പ്ലാനാർ ഫോമിലാണ് നിൽക്കുന്നത്. അതിലുള്ള ലോൺ പെയേഴ്സ് എങ്ങനെയാണ് നിൽക്കുന്നത്, എബവ് ദ പ്ലെയിനും ബിലോ ദ പ്ലെയിനും. ഇത്രയേ ഉള്ളൂ എന്ത്, ICl3. ഓക്കെ, ഇനി അടുത്തത് അയഡിൻ പെൻറ്റാഫ്ലൂറൈഡ്. അയഡിൻ പെൻറ്റാഫ്ലൂറൈഡ് കേട്ടോ, അയഡിൻ പെൻറ്റാഫ്ലൂറൈഡ്. നോക്കിയേ, അയഡിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ നോക്കുക. നമുക്കറിയാം അറ്റോമിക് നമ്പർ വന്നിട്ട് എന്താണ്, 53 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതുക, ക്രിപ്റ്റോൺ 4d10 5s2 5p5 ഇങ്ങനെയാണ് എഴുതുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ്, ക്രിപ്റ്റോൺ 4d10 5s2 5p5. അപ്പം 5s2-ൽ 5s-ൽ 2 ഇലക്ട്രോൺസും 5p-ൽ എത്ര ഇലക്ട്രോൺസാണ്, 5 ഇലക്ട്രോൺസും. 3 px-ൽ ആദ്യം 1 ഇലക്ട്രോൺ ഫില്ല് ചെയ്യും, പിന്നെ p5-ൽ py-ൽ ഫില്ല് ചെയ്യും, പിന്നെ pz-ൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, px-ൽ പിന്നെയും അടുത്തത് ഫില്ല് ചെയ്യുന്നത്, പിന്നെ py-ൽ. അങ്ങനെ 5 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എത്ര എണ്ണം ഉണ്ട്, 5 ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട് അല്ലേ. 5 ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ടെന്നെങ്കിൽ 5 എന്ത് വേണം,
ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരെണ്ണം ഇതിന്ന് ഈ ഡിയിലോട്ട് പോകും അല്ലേ. അപ്പോൾ എന്തായി? 1 2 3 ആവുള്ളൂ അപ്പോഴും. ഇനി ഒരെണ്ണം ഇതിൽ നിന്ന് അടുത്ത ഡി ഷെല്ലിലോട്ടും പോകും. നോക്കിയേ, ഇപ്പോൾ എന്ത് കിട്ടി? 5 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് കിട്ടിയോ? പി ഓർബിറ്റൽസ് അല്ല, 5 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് കിട്ടിയോ? എന്ന് വെച്ചാൽ 5 ഫ്ലൂറിൻ ആറ്റം ഉണ്ട് ഇവിടെ. അപ്പോൾ 5 ഫ്ലൂറിൻ ആറ്റംസിനും ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 5 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ടായി അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ? 5s 5p 5d. അതിൽ എസ്സിൽ എന്ത് വന്നിട്ടുണ്ട്? 2 ഇലക്ട്രോൺസ്, പിയിൽ 3 ഇലക്ട്രോൺസ്, ഡിയിൽ 2 ഇലക്ട്രോൺസ്. അങ്ങനെ sp3d2 ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്തു. മനസ്സിലായോ? sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എത്ര എണ്ണം ഫോം ചെയ്തു? 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു.